നമസ്കാരം. കാലം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ കൊച്ചുകുട്ടികളുടെയൊക്കെ രുചികളും പെട്ടെന്ന് തന്നെയാണ് മാറുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തലത്തിലേക്ക് പോകുന്നു എന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും നമുക്ക് സമ്മതിച്ചേ മതിയാകൂ. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ ഒരു സർക്കാർ സ്കൂളിൽ ടവൽ, നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവൽ, അതുകൊണ്ട് ശരീരം അതുകൊണ്ട് മാത്രം കവർ ചെയ്തുകൊണ്ട് പെൺകുട്ടികൾ നൃത്തം ചെയ്തു, സ്റ്റേജിൽ കയറി. അവരുടെ കൾച്ചറൽ പ്രോഗ്രാമിനോടനുബന്ധിച്ച്, അവർ പഠിക്കുന്ന സ്കൂളിലെ സാംസ്കാരിക പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ ഒരു നൃത്തം, അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അതിനെ തുടർന്ന് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്കൂളിനോട് റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇത്തരം സംഭവങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. സാധാരണയൊക്കെ മനുഷ്യരിപ്പോൾ വിമർശിക്കുന്നവർക്ക് നേരെയാണ് തിരിയുന്നത്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, കൊച്ചുകുട്ടികളല്ലേ, അങ്ങനെ ഇപ്പോൾ ഒന്ന് നൃത്തം ചെയ്താൽ എന്താ? അല്ല, ഒരു സ്കൂളെന്ന് പറയുന്നത് പാഠപുസ്തകം പഠിക്കാൻ വേണ്ടി മാത്രമല്ല കുട്ടികളെ നമ്മൾ വിടുന്നത്. അവരുടെ സംസ്കാരവും അവിടെ നിന്നാണ് പഠിക്കുന്നത്, ജീവിത മൂല്യങ്ങൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. എന്ത് ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യണം, ഏതുവരെ ചെയ്യാം എന്നൊക്കെയുള്ള അതിർവരമ്പുകളൊക്കെ തീരുമാനിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അവർ വിദ്യാലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഒരു ടവല് ചുറ്റി ഒരു സ്റ്റേജിൽ കയറി, സ്കൂളിലെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുക, ഇത്രയും കാണികൾക്ക് മുന്നിൽ ആവേശത്തോടെ ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളുടെ ചിന്തകൾ എവിടെയാണ് കിടക്കുന്നത്? അതോ സ്കൂൾ അധികൃതർ ആരും അറിയാതെയാണോ കുട്ടികൾ ഇങ്ങനെ ഒരു നൃത്തം പരിശീലിച്ചതും അവിടെ കളിച്ചതും? അതൊക്കെ അവിടെ ഇനിയിപ്പോൾ റിപ്പോർട്ട് വരുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നാണെങ്കിലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായിട്ട് തന്നെ ഈ വിഷയത്തെ കരുതണം. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് 2 ആൺപിള്ളേർ. അവന്മാർ, ഒരാൾ പെണ്ണിൻ്റെ വേഷം കെട്ടും, ഒരാൾ ആണിൻ്റെ വേഷത്തിലും ഓടിച്ചെന്ന് പെട്ടെന്ന് തിരക്കുള്ള ഇടങ്ങളിൽ ഡാൻസ് കളിക്കും. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു രസം എന്ന് തോന്നുമെങ്കിലും അത് എല്ലാ ഇടങ്ങളിലും അത് പാടില്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും, പല മാനസികാവസ്ഥയിലുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ വലിയ ശബ്ദത്തിൽ പാട്ടും വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്ത് ഓടിക്കയറുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇടങ്ങളിൽ ആവാം. അപ്പോൾ അവരിതുപോലെ തന്നെ ട്രെയിനിനുള്ളിലും ഒന്ന് പരീക്ഷിച്ചു. പക്ഷേ റെയിൽവേ പോലീസ് വരെ അറസ്റ്റ് ചെയ്തു ഈ 2 യുവാക്കളെയും. അപ്പോൾ അത്തരം മാതൃകാപരമായിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷാവഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂളിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോഴേ കുട്ടികൾ ഡാൻസിന് വേണ്ടിയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിലെ വരികൾ അവരുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. ഈ വരികൾക്കനുസരിച്ചായിരിക്കും പ്രത്യേകിച്ച് അവരുടെ മുഖത്തെ ഭാവാഭിനയവും അല്ലെങ്കിൽ അവരുടെ ഓരോ ആക്ഷനുകളുമൊക്കെ ആ വരികൾക്കനുസരിച്ചായിരിക്കുമല്ലോ. അവർ സ്റ്റെപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്നത് വരികളുടെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ഡാൻസിലൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഉദാഹരണത്തിന് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പറവതിനെഴുതാമോ എന്നൊക്കെ ഉള്ളത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളെ വളരെയധികം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ പാട്ടിലെ വരികളൊക്കെ അവർ കൂടുതലായിട്ടും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമുകളോ മറ്റേതെങ്കിലും കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അവരേത് പാട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അതൊരു സ്കൂളിൽ കേൾപ്പിക്കാൻ, പ്ലേ ചെയ്യാൻ അനുയോജ്യമാണോ എന്ന് അധ്യാപകർ കൂടി മുൻകൈയെടുത്തതൊന്ന് നോക്കേണ്ടതുണ്ട്. അവരതിന് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. ഒരു ആഘോഷമല്ലേ, കുറച്ചോളം ഇരുന്നോട്ടെന്ന് കരുതി അവരുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ അവരെ സമ്മതിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടികളുടെ ടേസ്റ്റുകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതികളിലേക്ക് മാറുകയാണ്. അവരുടെ കലകളിലുള്ളതാണെങ്കിലും അവരുടെ ഫാഷനോടുള്ളതാണെങ്കിലും അവരുടെ ഭക്ഷണങ്ങളിലെ ആണെങ്കിലും ഒക്കെ രുചികൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ പോവുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് അത് പോകുന്നത്. നാടൻ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ഇതൊക്കെയാണോ, ഇതേ ഉള്ളോ എന്നും ഒരു ചോറും കറിയും കഞ്ഞിയും തോരനും എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെയൊക്കെ പുച്ഛത്തോടെ നോക്കുന്ന രീതിയിലേക്ക് കുറേ കുട്ടികൾ മാറിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ സ്കൂളിന് മുമ്പേ വീട്ടിൽ തന്നെ ഒരു ശ്രമം നടത്തണം. പല വീഡിയോകളിലായിട്ട് ഞാൻ പാരൻറ്റിങ് ടിപ്സുകൾ പല വഴിക്ക് പറഞ്ഞിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എൻ്റെ മക്കൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ തുടങ്ങിയ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ദയവ് ചെയ്ത് എൻ്റെ ഈ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ട കേട്ടോ.
ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള ഒരു ഡാൻസ് പ്രകടനം ഒരു അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു സ്കൂളിൽ നടന്നിരുന്നു. ഒരു 6-7 വയസ്സുള്ള കുട്ടികളെയൊക്കെ, പെൺകുട്ടികളെയൊക്കെ വെച്ചുകൊണ്ട് ഏതോ ഐറ്റം ഡാൻസിൻ്റെ പാട്ടിട്ട് കൊടുത്തിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെ ചെയ്യിപ്പിക്കുകയാണ്. ഓരോ ശരീരഭാഗങ്ങളും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ആ പിള്ളേർക്ക് എന്തറിയാം? ഒരുപക്ഷെ ഒന്നും അറിയാതായിരിക്കും ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം കുട്ടികൾ അതുപോലെ ചെയ്യുന്നത്. അത് നമ്മുടെ സ്കൂൾ എന്താണ്? ഒരു സ്കൂളിനെ നമ്മൾ സരസ്വതി ക്ഷേത്രം എന്ന് വിളിക്കുക, അല്ലെ? ഒരു ക്ഷേത്രത്തിന് തുല്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്, അത്രയും പരിപാവനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് ചേരാത്ത തരത്തിലുള്ള ഒരു വാക്കാകട്ടെ, ഒരു പ്രവൃത്തിയാകട്ടെ, ഒരു വസ്ത്രധാരണമാകട്ടെ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. നമ്മുടെ കുട്ടികൾ കാരണം അങ്ങനെ ഒരു കളങ്കം വിദ്യാലയം എന്ന ആ പരിപാവനമായ ഇടത്തിന് സംഭവിക്കരുത് എന്ന് മാതാപിതാക്കൾ കൂടി ഉറച്ചൊരു തീരുമാനം എടുക്കണം. 3 മാസമുള്ള പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച വാർത്ത വരെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമ്മുടെ മക്കള് 13 അല്ല, 23 അല്ല, 33 വയസ്സായാലും നമുക്ക് കുഞ്ഞ് തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞല്ല, ഒരു പെണ്ണാണ്, ഒരു പെൺകുട്ടിയാണ്. പെണ്ണിൻ്റെ അവയവങ്ങളോട് കൂടിയ മറ്റൊരുത്തൻ്റെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ജന്മം കൊണ്ട ഒരു വസ്തുവാണ് എന്ന് വിചാരിക്കുന്ന ഇരുകാലി മൃഗങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് എന്ന ബോധം മാതാപിതാക്കൾക്ക് വേണം. അവർക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും വളരെയധികം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ അവരുടെ ആഹാര രീതി കൊണ്ടും ഈ ജീവിതശൈലിയുടെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടും ആയിരിക്കും പെട്ടെന്ന് തന്നെ പെൺകുട്ടികളൊക്കെ അവർക്ക് മാറിടങ്ങളാണെങ്കിലും അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് വലിപ്പം പെട്ടെന്ന് വയ്ക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സ് പക്ഷേ ചെറുതായിരിക്കും. ഇപ്പോൾ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി കുഞ്ഞു മനസ്സായിരിക്കും, അതിനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ശരീരം വലുതാവുമ്പോൾ ആ ഒരു കണ്ണിലൂടെ നോക്കി കാണുന്ന പിശാചുക്കൾ ചുറ്റുമുണ്ട്. അവരുടെ കണ്ണിൽ ആ ഒരു ശരീരം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് 10 വയസ്സിൻ്റെതായിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക്, ഒരു ഇറക്കം കുറഞ്ഞ ഒരു ഫ്രോക്ക് കുഞ്ഞിന് ഇട്ട് കൊടുക്കാം. അത് ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമായിരിക്കും, അവരുടെ മനസ്സാണ്, അവരുടെ കൊച്ചു കുട്ടിയാണല്ലോ അവർക്ക്. പക്ഷേ ശരീരം ഇത്രയും വലുതായെങ്കിൽ അതിന് തക്ക ഡ്രസ്സ് അതിനിട്ട് കൊടുക്കുക. കാരണം അത് തീരുമാനിക്കാനുള്ള പക്വത ആയിട്ടില്ല. എൻ്റെ ശരീരം മുഴുവൻ മറയുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാത്ത വിധത്തിലുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കണം എന്നുള്ള ചിന്ത അതിന് വരുന്നതിന് മുമ്പ് അത് ചിന്തിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. പല രീതിയിലുള്ള ചതിക്കുഴികൾ ചുറ്റും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ട്രെൻഡിൻ്റെ പുറകെയാണ് കുട്ടികളോടൊപ്പം തന്നെ കുട്ടികളുടെ മാതാപിതാക്കളും. പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് പിള്ളേരെ എങ്ങനെ വൈറലാക്കാമെന്ന് ശ്രമിക്കുകയാണ് മാതാപിതാക്കളും. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ പിള്ളേർക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ മേക്കപ്പിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു 18 വയസ്സിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹെർബൽ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ഈ 12-13 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇപ്പോഴേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ത്രെഡിങ് ഒക്കെ ചെയ്തൊക്കെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം മുന്നോട്ട് അവരുടെ സ്കിന്നിനെയും ഒക്കെ വലിയ രീതിയിൽ അത് ബാധിക്കും. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊച്ചുകുട്ടികളെല്ലാം സുന്ദരന്മാരും സുന്ദരികളും തന്നെയല്ലേ. അവരുടെ സൗന്ദര്യത്തെ ഇരട്ടിപ്പിച്ചിട്ട് ഇപ്പോൾ നിലവിൽ അവർക്കൊന്നും നേടാനില്ല. അവർ മോഡലിങ്ങിനോ മറ്റൊരു കാര്യത്തിനോ പോകുന്നില്ല. അവർ പഠനവുമായിട്ട് പോകുന്ന സമയമാണ്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. അവരുടെ ഒരു ലക്ഷ്യം പോലും അവർക്ക് സെറ്റ് ചെയ്യാനുള്ള പക്വതയാകാത്ത പ്രായമാണ്. ആ സമയത്ത് അവരുടെ ചിന്തകളെയും അവരുടെ ലക്ഷ്യങ്ങളെയും ഒക്കെ വഴിതിരിച്ച് വിടാനുള്ള മാർഗങ്ങൾ മാതാപിതാക്കൾ തന്നെ ദയവ് ചെയ്ത് മുൻകൈയെടുത്ത് ചെയ്യരുത്. അവർ പഠിക്കട്ടെ, അവരുടെ ശ്രദ്ധ അതിൽ മാത്രം മതി. പിന്നെ കലാപരിപാടികളോ കായിക പരിപാടികളോ ഒക്കെ സ്കൂളിൽ വരുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം. പക്ഷെ അപ്പോഴൊക്കെയും എന്തൊക്കെ ശ്രദ്ധിച്ച് വേണം, എന്തൊക്കെ മര്യാദകൾ പാലിച്ചു വേണം അതിലൊക്കെ പങ്കെടുക്കാൻ, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ സ്കൂളിൽ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്കും കഴിയണം. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ അധ്യാപികമാർക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞ കാലം പോയി, ഇപ്പോൾ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് അധ്യാപകരുടെ ഉത്തരവാദിത്തം. കുട്ടികളുമായിട്ട് അറ്റാച്ച്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികളത് പ്രതീക്ഷിക്കുന്നില്ല തുടങ്ങി എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും സമയാസമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തിരിക്കണം. ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മൊത്തത്തിലുള്ള വികാസത്തിന് വേണ്ടി ആ കുട്ടിയെ ആശ്രയിക്കുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആശ്രയിക്കുന്ന ഒരു ഇടമാണ് സരസ്വതി ക്ഷേത്രം അല്ലെങ്കിൽ വിദ്യാലയം. അതിൻ്റേതായിട്ടുള്ള മര്യാദ വിദ്യാലയത്തിന് കൊടുക്കണം. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം, വിദ്യാർത്ഥികൾ അധ്യാപകർക്കും കൊടുക്കണം. ഇതെല്ലാത്തിനും പരസ്പരം ഒരു കടമയും കടപ്പാടും മര്യാദയും ബഹുമാനവും സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒരു വൈകാരികതയും ഒക്കെ കൂടി ചേരുമ്പോഴേ
നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നുണ്ടല്ലോ, എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒന്ന്, നമ്മളെ ഇനിയും നമ്മുടെ കൈമോശം സംഭവിക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സംസ്കാരം എന്ന ഒന്ന്, അതിനെ നമുക്ക് കുറച്ച് നാൾ കൂടിയെങ്കിലും മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ, ആ ഒരു ഒരുമിച്ച് ചേർത്ത് നിർത്തൽ എന്നും തുടരണമെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൈമോശം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.